Hi everyone, my name is Harsha and we pregnancy series video. I have 1 to 9 months video. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പറ്റും ആൻഡ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവും ഈ ഒരു പീരിയഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. നോ ഡൗട്ട് എല്ലാവരുടെയും പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് ചിലർക്കെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസ് ഇങ്ങനെ 1 to 9 months വരെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് ഓൾ ടുഗെദർ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ അങ്ങനെ ഒരു വീഡിയോയും ഞാൻ ചെയ്യാം. ഒരു കൺക്ലൂഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മന്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ പീരിയഡ്സ് മിസ്സാകുമ്പോൾ നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്യും ആൻഡ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും ആൻഡ് ഡോക്ടർ കുറച്ച് ടെസ്റ്റൊക്കെ പറഞ്ഞു തരും. പക്ഷെ അത് ശരിക്കും സെക്കൻഡ് മന്ത് ആയിരിക്കും. ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഡേറ്റ് തുടങ്ങിയിട്ടുള്ള ഒരു ടൈമാണ് നമ്മൾ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലാസ്റ്റ് എന്നാണ് പീരിയഡ്സ് ആയത്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് നമുക്ക് പീരിയഡ്സ് ആവുന്നിടം വരെയുള്ള ടൈമാണ് ഫസ്റ്റ് മന്ത്. ശരിക്കും അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടർ നമുക്കൊരു 4 weeks പ്രഗ്നൻസി കഴിഞ്ഞ് 5th week നടക്കുകയാണെന്ന്, വിച്ച് മീൻസ് ഒരു മാസം കഴിഞ്ഞു. ആ ഒരു മാസം നമുക്ക് നമ്മുടെ ബോഡി പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി പ്രിപ്പയർ ആവുകയാണ്, എഗ് ഫെർട്ടിലൈസ് ആവുകയാണ്, എംബ്രോ അതിൻ്റെ ഇംപ്ലാന്റേഷൻ നടത്തുകയാണ്, എംബ്രോ ഡിവൈഡ് ആവുകയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയറാണ് ഇനി ഫസ്റ്റ് മന്തിൽ നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മന്ത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 7th October ആയിരുന്നു ലാസ്റ്റ് പീരിയഡ്സ് ആയിട്ട്. അപ്പോൾ അതായത് 2020. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് പീരിയഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഡേ ആവുമ്പോൾ ഡേ ആണ് എഗ് സെലക്ട് ആവുന്നത്, ദെൻ അത് ഗ്രോ ആവും. അപ്പോൾ ഈ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് എഗ് സെലക്ട് ആവും, ദെൻ അത് ഗ്രോ ആവും ആൻഡ് സെക്കൻഡ് വീക്ക് തുടങ്ങി അത് ഫെർട്ടിലൈസ് ആയി തുടങ്ങും. സെക്കൻഡ് വീക്കിൽ അത് ഫെർട്ടിലൈസ് ആയി തുടങ്ങും ആൻഡ് 4th വീക്കിലാണ് അത് ഇംപ്ലാന്റ് ആവുന്നത്, അതായത് എംബ്രോ ആയിട്ട് ഇംപ്ലാന്റ് ആവുന്നത്. 4th വീക്ക് കഴിഞ്ഞ് 5th വീക്കിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് പീരിയഡ്സ് മിസ്സായി നമ്മൾ 1 week കഴിയുമ്പോൾ തന്നെ ഒരു കുഴപ്പമില്ലാതെ നോർമൽ കണ്ടീഷനിലുള്ള ആൾക്കാരാണെങ്കിൽ 1 week കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ 4 weeks പ്രഗ്നന്റ് ആയിരിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യും ആൻഡ് നമ്മൾ ഡോക്ടറിനെ കാണും. അത് സെക്കൻഡ് മന്തിൻ്റെ പ്രൊസീജിയറാണ്, അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ, അതായത് ഈ എംബ്രിയോൻ്റെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും അത് പീരിയഡ്സിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് പീരിയഡ്സിൻ്റെ ഭാഗമല്ല. എംബ്രിയോ ഇംപ്ലാന്റ് ആകുമ്പോഴും ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്രസിന് ഒരു സ്പേസ് പിടിക്കുമ്പോഴും ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. അത് പ്രഗ്നൻ്റ് ആയ ശേഷമാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് അബോർഷൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഈ സമയത്തെന്ന് പറയുമ്പോൾ അതതിൻ്റെ ഇംപ്ലാന്റേഷൻ നടക്കുകയാണ്. അപ്പോൾ വലിയ ഇങ്ങനെ അബോർഷൻ്റെ ചാൻസസ് അതൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ വൺസ് എംബ്രിയോ ഫോം ആയി അത് ഇംപ്ലാന്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് അനങ്ങയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് അബോർഷൻ തന്നെ ആയി പോകും. പക്ഷേ ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രഗ്നൻസി എന്ന് മാത്രം കരുതിയാൽ മതി. എനിക്ക് ശരിക്കും ഈ ഒരു ബ്ലീഡിങ് പ്രശ്നം ഉണ്ടായിട്ടില്ല. ചിലവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ഇതൊന്നും ഉണ്ടാവത്തില്ല. ദെൻ ഈ എംബ്രിയോ രണ്ടായിട്ട് ഡിവൈഡ് ആവും, പ്ലസെൻറ്റ ആൻഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അതാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലസെൻറ്റയൊക്കെയാണ് നമ്മുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കുഞ്ഞിന് എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ഇന്റേർണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡും ഈ പ്ലസെൻറ്റ എന്നൊക്കെ പറയുന്നത്. ആൻഡ് നമ്മുടെ കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ഈ ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കുഞ്ഞ് ഉണ്ടാവുക, അതായത് കുഞ്ഞ് ഫോം ആവുക എന്നുള്ളതാണ്. ഈ എംബ്രോയിൽ നിന്ന് തന്നെയാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡും പ്ലസൻറ്റയൊക്കെ ഫോം ആവുന്നതും ദെൻ നമ്മുടെ കുഞ്ഞ് ഫോം ആവുന്നത്. കുഞ്ഞ് ഫോം ആവുമ്പോൾ 3 ലെയറായിട്ടാണ്, ഇന്നർ ലെയർ, ഔട്ടർ ലെയർ,
ഇന്നർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ. അപ്പോൾ ഈ ലെയേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ അധികം ഒന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അതൊക്കെ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ലെയേഴ്സിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്നർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ, ഇങ്ങനെ 3 ടൈപ്പ് ലെയറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള ഓരോ അതിൻ്റെ ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്തു പോകും. അതായത് കുഞ്ഞിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഫോം ആവുക, ഹാർട്ട് ബീറ്റ്, ലങ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു ലെയേഴ്സിൽ. ശരിക്കും അതിലോട്ടൊന്നും നമ്മൾ അത്ര ഡീപ്പായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് മന്തിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പീരിയഡ്സ് മിസ്സായി, ദെൻ നമ്മൾ സെക്കൻഡ് ഡേ തുടങ്ങിയിട്ട് നമ്മുടെ എഗ് സെലക്ട് ആവും, ദെൻ അത് ഗ്രോ ആവും, ദെൻ അത് ഫെർട്ടിലൈസ് ആയി കഴിഞ്ഞിട്ട് അതൊരു എംബ്രോയിൽ ഫോം ആവും. എംബ്രോ ഇംപ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എംബ്രോ രണ്ടായിട്ട് ഡിവൈഡ് ആവുമ്പോഴാണ് നമ്മുടെ ഒരു പാർട്ടിൽ നമ്മുടെ കുഞ്ഞ് വരുന്നതും ആൻഡ് ഒരു പാർട്ടിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിന് വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന പ്ലസെൻറ്റ ആൻഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാവുന്നതും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതിന് 3 ലെയർ ഉണ്ട്, ഇന്നർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ. അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മന്തിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കലി ഭയങ്കര കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി ഈ സമയത്ത് എനിക്കുണ്ടായ സിംറ്റംസ്, ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. നോർമൽ ഡെയിലി റുട്ടീൻ തന്നെയായിരുന്നു എൻ്റെ. ഞാൻ ഫാസ്റ്റിംഗ് വരെ ചെയ്തായിരുന്നു, ഒരു ഫുൾ ഡേ ഒന്നും കഴിക്കില്ല കുടിക്കില്ല അങ്ങനെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ മെൻ്റലി നമുക്കറിയാമായിരിക്കുമല്ലോ, യെസ് നമ്മൾ പ്രിപ്പയർ ആവുകയാണെന്നുള്ളത്. അപ്പം ഒരു 2 വീക്സ് 3rd വീക്ക് മിഡിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് തുടങ്ങി. കാരണം എനിക്ക് ഏർലി സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏർലി സിംറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ലിങ്ക് പോപ്പപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പം എനിക്ക് ഏർലി സിംറ്റംസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം ആ ഒരു ഏർലി സിംറ്റംസ് ഉള്ളത് കാരണം ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരുന്നു എല്ലാ കാര്യത്തിലും. ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വെയിറ്റ് എടുക്കില്ല, അങ്ങനെ ഞാൻ വെഹിക്കിളൊന്നും ഓടിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അറിയാമായിരുന്നു ദാറ്റ് യെസ് ഞാൻ പ്രഗ്നൻ്റ് ആണ്, എൻ്റെ ബോഡി സൈൻസ് ഒക്കെ കാണിച്ച് തുടങ്ങി. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്കറിയാവുന്നത് കാരണം നമ്മൾ വേഗം തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ പീരിയഡ്സ് മിസ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തു ആൻഡ് നമ്മൾ ഡോക്ടറിനെ കാണുകയും ഹോസ്പിറ്റലിൽ പോവുകയും ആൻഡ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ചെയ്യുകയാണ് ചെയ്തത്. ഇൻ ഷോർട്ട് ഫസ്റ്റ് മന്ത് പ്രഗ്നൻസി നമ്മൾ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞിട്ടുള്ളതല്ല, അതിന് മുന്നേ ഉള്ള ജേർണിയാണ് ഫസ്റ്റ് മന്ത് പ്രഗ്നൻസി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് മന്ത് പ്രഗ്നൻസിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആൻഡ് എനിക്കുണ്ടായ സിംറ്റംസ്. ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. ചെറിയ വീഡിയോ ആണ്, കാരണം ഫസ്റ്റ് മന്തിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല പറയാനായിട്ട് ആൻഡ് ഒരുപാട് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്: ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് മന്ത് പ്രഗ്നൻസിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് അറിയാം, അത് അടുത്ത വീഡിയോയിൽ. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.